السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനികളെ, ഉമ്മഅത്തുൽ മുഅ്മിനീൻ അഥവാ മുഅ്മിനീങ്ങളുടെ ഉമ്മമാർ എന്ന സീരീസിലെ ആദ്യത്തെ ക്ലിപ്പാണ് ഇത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെക്കുറിച്ച് അഥവാ നമ്മുടെ ഉമ്മമാരെക്കുറിച്ച് അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ ദുഃഖകരം എന്ന് പറയാം, പൊതുവേ സാധാ മുസ്ലിമീങ്ങളെ ഇടയിൽ നബിസാഹസങ്ങളുടെ ഭാര്യമാരെക്കുറിച്ച് ഉള്ള അറിവ് എത്രത്തോളം ദൗർലഭ്യമാണെന്ന് വെച്ചാൽ 11 നമ്മുടെ മാതാക്കന്മാരെ പേര് പോലും അറിയാത്ത നിലയിൽ എത്രത്തോളം ദീനിൻ്റെ ഇൽമിൽ നിന്ന് വളരെയധികം പിന്നോട്ട് പോയ അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നബി സാഹസങ്ങളുടെ 11 ഭാര്യമാരെക്കുറിച്ച് അത്യാവശ്യം അറിയേണ്ട ചില കാര്യങ്ങളാണ് ഈ സീരീസിലൂടെ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യം കവർ ചെയ്യുന്നത് നമ്മുടെ ഉമ്മ സാഹസങ്ങളുടെ ആദ്യത്തെ ഭാര്യ ഖദീജ റളിയല്ലാഹുവിനെ കുറിച്ചാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ നബിസാഹസങ്ങളുടെ ആദ്യ ഭാര്യ എന്നതിലുപരിയായി, ഇസ്ലാമിൽ സ്വീകരിച്ച ആദ്യത്തെ വ്യക്തി എന്നതിലുപരിയായി, ഇസ്ലാമിന് വേണ്ടി ഏറ്റവും സമ്പത്ത് കൊണ്ടും ജീവിതം കൊണ്ടും ത്യാഗം ചെയ്ത് എന്നതിലും ഉപരിയായി നമ്മൾ ഓരോ മുസ്ലിമും ഏറ്റവും കടപ്പെട്ട് നിൽക്കുന്നത് ആദരവായ ഖദീജ റളിയല്ലാഹുവിനോടാണ്. കാരണം ഇസ്ലാമിന് വേണ്ടി ഖദീജ റളിയല്ലാഹു ചെയ്ത സേവനം, ഇസ്ലാമിന് വേണ്ടി ഖദീജ റളിയല്ലാഹു ചെയ്ത ത്യാഗങ്ങൾ, ഇസ്ലാമിന് വേണ്ടി ഖദീജ റളിയല്ലാഹു ചെലവഴിച്ച തൻ്റെ എല്ലാ കാര്യങ്ങളും ഒരിക്കൽ പോലും ഇസ്ലാമിക ചരിത്രത്തിൽ മറ്റൊരു വ്യക്തിക്കും ചെയ്യാൻ സാധിക്കുന്നതിനും ഉപരിയായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഖദീജ റളിയല്ലാഹുവിനെ കുറിച്ച് ഉള്ള ഒരു സീരീസ് 4-5 മണിക്കൂറത്തോളം പറയാവുന്ന അത്രത്തോളം കണ്ടന്റ്, അത്രത്തോളം സംഭവങ്ങൾ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അത്രയും ഡീറ്റെയിൽ ആയ നിലയിൽ ഉള്ള ഒരു സംഭവമല്ല ഇത് ഉദ്ദേശിക്കുന്നത്. വളരെ ചുരുങ്ങിയ നിലയിൽ അത്യാവശ്യം അറിയേണ്ട കാര്യം മാത്രമാണ് ഈ സീരീസിൽ കവർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഖദീജ റളിയല്ലാഹു അൻഹ ഖുറൈശി ഗോത്രത്തിലാണ്. മക്കയിലെ പ്രധാനപ്പെട്ട ഗോത്രമാണ് ഖുറൈശി ഗോത്രം. അതിൽ ധാരാളം തറവാടുകളുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹ ജനിക്കുന്ന തറവാട് ബനു അസദ് എന്ന തറവാടാണ്. നബിസാഹസം തറവാട് ബനു ഹാഷിമാണ്. ഏകദേശം 10-20ഓളം തറവാടുകൾ, സബ് ട്രൈബുകൾ ഖുറൈശിയുടെ ഇടയിലുണ്ട്. അതിൽ ബനു അസദ് എന്ന സബ് ട്രൈബിലാണ് ഖദീജ റളിയല്ലാഹു അൻഹ ജനിക്കുന്നത്. ഖദീജ റളിയല്ലാഹുവിൻ്റെ ഉപ്പായുടെ പേര് കുവൈലിദ് എന്നാണ്. ഉപ്പായുടെ പരമ്പര നോക്കിക്കഴിഞ്ഞാൽ കുവൈലിദ് ബിനു അസദ് ബിനു അബ്ദുൽ ഉസ്സ ബിനു ഖുസയ്യ ബിനു കിലാബ്. നബിസാഹസങ്ങളുടെ പരമ്പര നോക്കിക്കഴിഞ്ഞാൽ 4ാമത്തെ ഫാദറിലാണ് യോജിക്കുന്നത്. അതായത് നബിസാഹസങ്ങളുടെ പരമ്പര വരുന്നത് മുഹമ്മദ് ബിനു അബ്ദുല്ലാഹി ബിനു അബ്ദുൽ മുത്തലിബ് ബിനു ഹാഷിം ബിനു അബ്ദു മനാഫ് ബിനു ഖുസയ്യ ബിനു കിലാബ് എന്നാണ്. ഖുസയ്യ ബിനു കിലാബാണ് ഇവരുടെ കോമൺ ആയിട്ടുള്ള ഫാദറായിട്ട് വരുന്നത്. ഖദീജ റളിയല്ലാഹുവിൻ്റെ ഉമ്മയുടെ പേര് ഫാത്തിമ ബിൻത്ത് സെയ്ദ് എന്നാണ്. ഖദീജ റളിയല്ലാഹുവിനക്ക് 3 ബ്രദറും ഒരു സിസ്റ്ററുമാണ് ഉള്ളത്. ഈ 3 ബ്രദർക്കും കാര്യമായ ചരിത്രങ്ങൾ വന്നിട്ടുണ്ട്. 1ാമത്തെ ബ്രദറിൻ്റെ പേര് അവ്വാം എന്നാണ്. അവ്വാം എന്ന ആള് കല്യാണം കഴിക്കുന്നത് സാഹസങ്ങളുടെ ഉപ്പാടെ സഹോദരിയായ സഫിയ റളിയല്ലാഹുവിനെയാണ്. അതിൽ നിന്ന് വരുന്ന മകനാണ് സുബൈർ ബിൻ അവ്വാം എന്ന സഹാബി. അശ്റ മുബശ്ശരീങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട സഹാബിയാണ്. അത് ഖദീജ റളിയല്ലാഹുവിൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ് സുബൈർ ബിൻ അവ്വാം എന്ന സഹാബി. ഖദീജ റളിയല്ലാഹുവിൻ്റെ 2ാമത്തെ ബ്രദറിൻ്റെ പേര് ഹിസാം എന്നാണ്. ഇസാമിൻ്റെ മകൻ ഹക്കം ഇബ്നു ഇസാം എന്ന സഹാബിക്ക് ധാരാളം ചരിത്രങ്ങളുണ്ട്. ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ, ലോക ചരിത്രത്തിൽ ഒരേ ഒരു വ്യക്തിയാണ് കഅബ ഷരീഫിൽ ജനിച്ചപ്പെട്ട എന്ന നിലയിൽ സ്വഹിയായ പരമ്പര കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുള്ളത്. ഹക്കം ഇബ്നു ഹിസാം എന്ന വ്യക്തിയൊക്കെയാണ് ആ ഭാഗ്യം ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹവും ഖദീജ റളിയല്ലാഹുവിൻ്റെ സഹോദരൻ്റെ മകനാണ്. ഖദീജ റളിയല്ലാഹുവിൻ്റെ മൂന്നാമത്തെ സഹോദരൻ നൗഫൽ എന്ന വ്യക്തിയാണ്. ഈ 3 സഹോദരന്മാരിൽ 2 സഹോദരന്മാരും ഇസ്ലാമിന് മുമ്പ് മരണപ്പെടുന്നുണ്ട്. നൗഫൽ എന്ന വ്യക്തി മാത്രമാണ് നബിസാഹസം തങ്ങൾക്ക് നുബുവത്ത് കിട്ടുമ്പോൾ ജീവിച്ചിരിപ്പുണ്ടായിട്ടുള്ളൂ. എന്നാൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇസ്ലാം സ്വീകരിച്ച ധാരാളം സഹാബികളെ, ധാരാളം മുസ്ലിങ്ങളെ മക്കയിൽ വെച്ച് നൗഫൽ എന്ന ഖദീജ റളിയല്ലാഹുവിൻ്റെ സഹോദരൻ ധാരാളമായി ബുദ്ധിമുട്ടിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രധാനമായും അബൂബക്കർ റളിയല്ലാഹുവിനെയും ത്വൽഹ റളിയല്ലാഹുവിനെയും ഒരിക്കൽ പബ്ലിക്കായ നിലയിൽ നൗഫൽ എന്ന വ്യക്തി അടിക്കുകയും കയറുകൊണ്ട് കെട്ടിയിടുകയും എല്ലാം ചെയ്തതായ നിലയിൽ നമുക്ക് ചരിത്രത്തിൻ്റെ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും. എന്നാൽ ഈ 3 സഹോദരന്മാരും മുസ്ലാം സ്വീകരിക്കുന്നില്ല. പിന്നെ ഖദീജ റളിയല്ലാഹുവിൻ്റെ ഒരു സഹോദരി ഉണ്ടായിരുന്നു. സഹോദരിയുടെ പേര് ഹാല എന്നാണ്. ഇസ്ലാമിക ഹിസ്റ്ററി ധാരാളം ചരിത്രം വരുന്ന സ്ത്രീയാണ് ഹാല. എന്ന നിലയിൽ ഖദീജ റളിയല്ലാഹുവിൻ്റെ ജ്യേഷ്ഠത്തിയാണ് ഹാല. ഖദീജ റളിയല്ലാഹുവിനെ പറ്റി പറയുകയാണെങ്കിൽ ധാരാളം മഹത്വങ്ങൾ ഖദീജ റളിയല്ലാഹുവിനെ പറ്റിയിട്ട് വ്യാഖ്യാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബുഖാരിയിലും മുസ്ലിമിലും പ്രധാനപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് ധാരാളം ഖദീജ റളിയല്ലാഹുവിൻ്റെ ഫളായിലിനെ പറ്റിയിട്ട് ധാരാളം ഹദീസ് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹദീസ് വന്നിട്ടുള്ളത്, ഈ ലോകത്തിൽ
പരിപൂർണ്ണ നില പ്രാപിച്ച ഈ മുഅ്മിൻ എന്ന നിലയിൽ പരിപൂർണമായ മുക്കമ്മിലായ നിലയിൽ ഈമാൻ പ്രാപിച്ച 4 സ്ത്രീകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണുകയുണ്ടായി. അതായത് തങ്ങൾ എണ്ണിയ പേരുകളിൽ ആസിയ ബിന്ത് ആസിയ റളിയല്ലാഹു അൻഹ, അതുപോലെ തന്നെ മറിയം റളിയല്ലാഹു അൻഹ, അതുപോലെ തന്നെ ഖദീജ റളിയല്ലാഹു അൻഹ, ഫാത്തിമ റളിയല്ലാഹു അൻഹ. സ്വർഗത്തിലെ സ്ത്രീകൾ നേതാക്കന്മാരാണ് ഈ 4 സ്ത്രീകൾ. അതായത് ലോക ചരിത്രത്തിലെ ഏറ്റവും അധികം സ്ഥാനമുള്ള 4 സ്ത്രീകൾ ഈ 4 പേരുകളാണ്. മറ്റൊരു ഹദീസ് നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും, മുത്തഫഖുൻ അലൈഹി കാണാൻ സാധിക്കും. ഖദീജ റളിയല്ലാഹു അൻഹ ഈ ടൈമിലെ പ്രധാനപ്പെട്ട സ്ത്രീ എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറിയം ആ സമയത്തിലെ പ്രധാനപ്പെട്ട സ്ത്രീ എന്നും പറയുന്നുണ്ട്. അതായത് ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്ത്രീകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹ എണ്ണുന്നുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ പേഴ്സണൽ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് വിവാഹം കഴിച്ചിട്ടുണ്ട്. ആ വിവാഹത്തിന്റെ എണ്ണം എത്ര എന്ന നിലയിൽ ചരിത്രകാരന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നാലും പൊതുവെ ഭൂരിപക്ഷമായ അഭിപ്രായം 2 വിവാഹം നബി തങ്ങൾക്ക് മുമ്പ് ഖദീജ റളിയല്ലാഹു അൻഹ കഴിച്ചിട്ടുണ്ട് എന്ന നിലയിലാണ്. ചില പണ്ഡിതന്മാർ, ചില ചരിത്രകാരന്മാർ 1 വിവാഹം കഴിച്ചിട്ടുണ്ട് എന്ന നിലയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പൊതുവെയുള്ള ഭൂരിപക്ഷമായി ഇത് വന്നിട്ടുള്ളത് നബി തങ്ങൾക്ക് മുമ്പായിട്ട് ഖദീജ റളിയല്ലാഹു അൻഹ 2 വിവാഹം കഴിച്ചിട്ടുണ്ട് എന്ന നിലയിലാണ്. അതിൽ ആദ്യം വിവാഹം കഴിച്ചിട്ടുള്ളത് അതീഖ് എന്ന വ്യക്തിയാണ്. അതിൽ ഹിന്ദ് എന്ന മകൻ ജനിക്കുന്നുണ്ട്. അതുകൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ വിളിപ്പേര് ഉമ്മു ഹിന്ദ് എന്നാണ്. എന്നാൽ അതീഖ് എന്ന വ്യക്തി അദ്ദേഹം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം മരണപ്പെടുകയും അതിനുശേഷം ഖദീജ റളിയല്ലാഹു അൻഹ രണ്ടാമത് കല്യാണം കഴിക്കുന്നത് മാലിക് ബിൻ നബ്ബാഷ് എന്ന തമീം ഗോത്രത്തിലെ വ്യക്തിയെ രണ്ടാമത് കല്യാണം കഴിക്കുന്നത്. അതിൽ എത്ര കുട്ടികളുണ്ട് എന്ന ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില ആൾക്കാർ 1 കുട്ടി, ചില ആൾക്കാർ 2 കുട്ടി എന്നും പറയുന്നുണ്ട്. ഭൂരിപക്ഷ അഭിപ്രായത്തിൽ 2 കുട്ടി എന്ന അഭിപ്രായമുണ്ട്. ഹിന്ദ എന്ന ഹാല എന്ന നിലയിലാണ് അവരുടെ പേര് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഭൂരിപക്ഷ അഭിപ്രായം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് 2 വിവാഹം കഴിച്ചിട്ടുണ്ട്. അതിൽ 2 or 3 കുട്ടികളുണ്ട്. അത് നമുക്ക് ഈ 2 കുട്ടികളിൽ 3 കുട്ടികളിൽ അധികമായി ചരിത്രം കാണപ്പെടുന്നില്ല. ഒരു പക്ഷേ അവർ ചെറുപ്പത്തിൽ മരണപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അതിൽ ഹിന്ദ് എന്ന വ്യക്തികളെ സംബന്ധിച്ച് മാത്രമാണ് ഈ ഷമാൽ തിർമീദിയിൽ ഇത് വായിത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു പക്ഷേ ഈ 3 കുട്ടികൾ 2 കുട്ടികളും ചെറുപ്പത്തിന് മരണപ്പെട്ടിരിക്കാം എന്ന നിലയിലാണ് ചരിത്രകാരന്മാർ അത് വിശേഷിപ്പിക്കുന്നത്. എല്ലാം തന്നെ ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിവാഹം കഴിക്കുന്നത് 3ാമത്തെ വിവാഹമാണ് എന്ന പ്രബലമായ അഭിപ്രായം. അതിൽ വിവാഹം കഴിക്കുന്ന സമയത്ത് ഖദീജ റളിയല്ലാഹു അൻഹ വിവാഹത്തിലേക്ക് എത്തിയ സംഭവം നോക്കിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഉദ്ധരിക്കുന്ന സംഭവം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി ചെയ്ത ജോലി ആടിനെ മേയ്ക്കുന്ന ജോലിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി മക്കയിൽ ചെയ്തിരുന്ന ജോലി. ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഫാമിലി വളരെയധികം റിച്ചായ, വളരെയധികം സമ്പത്തിൽ ഏറ്റവും അധികം മുൻപിൽ നിൽക്കുന്ന ഫാമിലി ആയിരുന്നു. മാത്രമല്ല ഖദീജ റളിയല്ലാഹു അൻഹയെ പറ്റിയിട്ട് മക്കയിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഏറ്റവും അധികം സമ്പത്തുള്ള വ്യക്തി, സ്ത്രീ എന്ന നിലയിൽ ഏറ്റവും അധികം. എത്രത്തോളം ചരിത്രമായി പറയാറുണ്ട്, മക്കക്കാർ അവരുടെ കാരവൻസ്, അവരുടെ കച്ചവട സംഘം അയക്കുന്ന സമയത്ത് എല്ലാവരുടെയും കച്ചവട സംഘത്തിനും കൂട്ടിയാലും കൂടുതൽ സാധനം ചരക്കും ഖദീജ റളിയല്ലാഹു അൻഹയുടെ കച്ചവട സംഘത്തിൽ ഒറ്റയ്ക്ക് മാത്രം ഉണ്ടാകുമായിരുന്നു. അത്രത്തോളം റിച്ചസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ മക്കയിൽ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് മറ്റു പേരും ഉണ്ടായിരുന്നു, അമീറത്ത് ഖുറൈശ് എന്ന പേരുണ്ടായിരുന്നു. കാരണം അത്രത്തോളം സമ്പത്തുള്ള സ്ത്രീ ആയിരുന്നു മക്കയിൽ. മാത്രമല്ല ഖദീജ റളിയല്ലാഹു അൻഹ നല്ല സ്വഭാവം, നല്ല അഖ്ലാഖുള്ള വ്യക്തിയായിരുന്നു. ചാരിറ്റി വിഷയങ്ങളിലും പാവങ്ങളെ സഹായിക്കുന്ന വിഷയങ്ങളിലും അതുപോലെ തന്നെ ജസ്റ്റിസിലും നീതി നടപ്പാക്കുന്ന വിഷയത്തിലെല്ലാം ഖദീജ റളിയല്ലാഹു അൻഹ മുൻപന്തിയിൽ ഉണ്ടായതുകൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹയെ വിളിക്കാൻ മറ്റൊരു പേര് താഹിറ എന്നും അതുപോലെ തന്നെ ഖദീജത്തുൽ കുബറ എന്നെല്ലാം മക്കക്കാരെ വിളിക്കാറുണ്ടായിരുന്നു. അത്രത്തോളം ഗുണങ്ങളും സിഫത്തുകളും ഉള്ള സ്ത്രീ ആയതിൻ്റെ പേരിലാണ് ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് ഇത്രത്തോളം പട്ടങ്ങൾ മക്കക്കാർ നൽകിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അസ്വാദിഖ്, അൽ അമീൻ എന്നൊക്കെ വിളിപ്പേര് വന്നതുപോലെ ഖദീജ റളിയല്ലാഹു അൻഹ അതുപോലെ തന്നെ വന്ന വിളിപ്പേരുകളാണ് ഖദീജത്തുൽ കുബറ, അമീറത്ത് ഖുറൈശ്, താഹിറ എന്നെല്ലാം. ഖദീജ റളിയല്ലാഹു അൻഹ അത്രത്തോളം വ്യത്യസ്തമായ നിലയിൽ തന്നെ ഖദീജ റളിയല്ലാഹു അൻഹ കച്ചവടം നടത്തുന്ന രീതി എങ്ങനെയാണെന്ന് വെക്കുകയാണെങ്കിൽ മുളാറബ എന്ന കച്ചവട രീതിയുണ്ട്. ഇസ്ലാമിൽ ഹലാല കച്ചവട രീതിയാണത്. അതായത് കച്ചവട സാധനങ്ങളെല്ലാം സ്പോൺസർ ചെയ്യുന്നത് ഖദീജ റളിയല്ലാഹു അൻഹ ആണ്. എന്ന കച്ചവടത്തിന് വേണ്ടിയിട്ട് ഒരാളെ വിലക്ക് ഒരാളുമായി ബന്ധപ്പെടുകയും അദ്ദേഹത്തിനോട് ഒരു പെർസെൻറ്റേജ് എന്ന നിലയിൽ ലാഭത്തിൻ്റെ ഇത്ര പെർസെൻറ്റേജ് എടുക്കാം എന്ന നിലയിൽ ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു അഗ്രിമെൻറ്റിൻ്റെ ബേസിസിൽ ഒരു പക്ഷേ 70% ഞാൻ, 30% നീ എന്ന നിലയിൽ എന്തെങ്കിലും അത് 2 പേർക്കും സംതൃപ്തനാകുന്ന ഒരു പെർസെൻറ്റേജ് വെച്ചുകൊണ്ട് കച്ചവടം ചെയ്യുന്ന രീതിയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ വരുന്ന ഒരു പ്രശ്നം എന്താ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കച്ചവടത്തിന് വേണ്ടിയിട്ട് അവർ സിറിയയിലേക്കോ ഷാമിലേക്കോ യമനിലേക്കോ പോയി കഴിഞ്ഞ് ആ കിട്ടിയ ലാഭത്തിൻ്റെ പെർസെൻറ്റേജാണ് വീതം വെക്കുന്നത്. ആ കിട്ടിയ വ്യക്തി ഒരു പക്ഷേ കള്ളത്തരം ചെയ്യുന്ന ആളാണെങ്കിൽ പക്ഷേ ഇത്രത്തോളം ലാഭം ഇല്ല എന്ന് പറഞ്ഞ് ലാഭത്തിൻ്റെ എമൗണ്ട് കുറച്ച് കാണിച്ച് വളരെ വലിയ എമൗണ്ട് തട്ടിയെടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഖദീജ റളിയല്ലാഹു അൻഹ ബിസിനസ്സിൽ അഭിമുഖീകരിച്ച പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു വിശ്വസ്തനായ ഒരു വ്യക്തിയെ കണ്ടെത്തുക എന്നുള്ളത്.
ഖദീർ അള്ളാഹുവിന്റെ വിശ്വാസങ്ങൾക്ക് എങ്ങനെയാണ് കണ്ടുമുട്ടുന്നത് എന്ന വിഷയത്തിൽ വന്ന പൊതുവെയുള്ള പ്രധാനപ്പെട്ട അഭിപ്രായം വന്നിട്ടുള്ളത്, വിശ്വാസം തങ്ങൾ ആടിനെ മേയ്ക്കുന്ന ജോലി ചെയ്യുന്ന അവസ്ഥയിലാണ് ഖദീർ അള്ളാഹുവിന്റെ ജ്യേഷ്ഠത്തി ഹാല, ധാരാളം ചരിത്രമുണ്ട് ഹാല എന്ന സ്ത്രീക്കും. ഹാല എന്ന സ്ത്രീ വിശ്വാസം തങ്ങളെ ആടിനെ മേയ്ക്കുന്ന ജോലിയിൽ വിശ്വാസങ്ങളെയും വേറെ വ്യക്തിയും ഏൽപ്പിക്കുകയുണ്ടായി. വിശ്വാസങ്ങൾ അന്ന് 20 വയസ്സിന് താഴെയായിട്ടായിരിക്കും സമയം ഉണ്ടാവുക ഒരു പക്ഷേ. അന്ന് വിശ്വാസികൾ തങ്ങളെ അഖ്ലാഖ് വളരെയധികം പ്രധാനപ്പെട്ട മക്കയിൽ പൊതുവെ കുറേ പേർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് ഹാല എന്ന സ്ത്രീയുടെ ആടിനെ മേയിച്ച ജോലി കഴിഞ്ഞതിന് ശേഷം അതിന് ശമ്പളം വാങ്ങാൻ വേണ്ടി വന്ന സമയത്ത് വിശ്വാസം തങ്ങൾ സ്ത്രീയോട് പണം പോയി ചോദിക്കുന്ന നിലയിൽ നാണിക്കുകയും കൂടെ ഉണ്ടായിരുന്ന വിശ്വാസങ്ങളും കൂടെ മേയിച്ചിരുന്ന മറ്റൊരു ആടിനെയാണ് അങ്ങ് ഹാലിൻ്റെ അടുത്തേക്ക് അയച്ചിട്ടുള്ളത്. ആ മറ്റൊരു ആടിടയൻ ഹാലയുടെ അടുത്ത് വന്ന് പണം ചോദിക്കുകയും ശമ്പളം വാങ്ങുകയും ചെയ്ത സമയത്ത് അദ്ദേഹം ഹാല നബിസാസങ്ങളെ പറ്റി ചോദിക്കുകയും, അപ്പോൾ ഈ മറ്റേ വന്ന ആടിടയൻ നബിസാസങ്ങൾ ഈ നാണത്തിൻ്റെ പേരിൽ വന്നിട്ടില്ല, നബിതങ്ങളപ്പോൾ ശമ്പളം എനിക്ക് തന്നാൽ മതി എന്ന് ഏൽപ്പിച്ചിട്ടുണ്ട് എന്നെല്ലാം പറയുകയും ചെയ്ത സമയത്ത് ഹാല നബിസാസങ്ങളെ പറ്റി പുകഴ്ത്തുകയും, ഞാൻ മക്കയിൽ ഇത്രയും നല്ല അഖ്ലാഖുള്ള, ഇത്രയും നല്ല വ്യക്തിത്വമുള്ള, ഇത്രയും നല്ല സ്വഭാവവും ഇത്രയും നല്ല സ്ത്രീകളെ ബഹുമാനിക്കുന്ന വ്യക്തി ഞാൻ കണ്ടിട്ടില്ല എന്നെല്ലാം പറയുന്ന അവസ്ഥയിലാണ് ആദ്യമായി ഖദീജ റളിയല്ലാഹു മുഹമ്മദ് നബി സ്വല്ലല്ലാഹു പറ്റി ആദ്യമായി കേൾക്കുന്നത്. സ്വാഭാവികമാണ്, മറ്റൊരു പുരുഷനെ കുറിച്ച് പുകഴ്ത്തി പറയുന്ന സമയത്ത് ഏതൊരു സ്ത്രീക്ക് മനസ്സിലൊരു പക്ഷേ ഒരു രീതിയിൽ അദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹം വന്നിട്ടുണ്ടാകാം. ഈ ആഗ്രഹത്തിന് പിന്നിലാണ് ഹാല പിന്നെ ഖദീജ റളിയല്ലാഹുവിനോട് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു പറ്റിയിട്ട് ധാരാളമായി പുകഴ്ത്തി പറയുകയും ധാരാളം പ്രശംസിക്കുകയെല്ലാം ചെയ്ത അവസ്ഥ വരുന്നത്. ഖദീജ റളിയല്ലാഹു ആദ്യ ബിസിനസ്സിൽ അഭിമുഖീകരിച്ച പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു ഒരു വിശ്വസനായ വ്യക്തിയെ കിട്ടുക എന്നുള്ളത്. അതുകൊണ്ട് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇനി അടുത്ത കച്ചവടത്തിന് വേണ്ടി ഏൽപ്പിക്കുക എന്ന രീതിയിൽ ഖദീജ റളിയല്ലാഹു ചിന്തിക്കുകയും അതുമായി ബന്ധപ്പെട്ട് അബൂ താലിബിനോട് സംസാരിക്കുകയും, അബൂ താലിബ് ആദ്യം താല്പര്യപ്പെട്ടിട്ടില്ലെങ്കിലും ഖദീജ റളിയല്ലാഹു അതിൻ്റെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയ അവസ്ഥയിൽ അബൂ താലിബ് അത് അംഗീകരിക്കുകയും അങ്ങനെയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹുവിനെ ബിസിനസ്സിന് വേണ്ടിയിട്ട് സിറിയയിലേക്ക് പോകാൻ വേണ്ടി ആദ്യമായി കച്ചവടത്തിന് ഏൽപ്പിക്കുന്നതും എന്നെല്ലാമാണ് പ്രധാനമായി ചെയ്യപ്പെട്ട റിവായത്ത്. വേറെ റിവായത്തും വന്നിട്ടുണ്ട്. എന്നാൽ ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറയുന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു കണ്ടുമുട്ടുന്നത് ഇങ്ങനെയാണ് കണ്ടുമുട്ടുക എന്നതാണ് പ്രധാനമായി വന്നിട്ടുള്ള റിവായത്ത്. ഏതായാലും തന്നെ ശരി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ലാഖിൻ്റെ അടിസ്ഥാനത്തിലാണ് ഖദീജ റളിയല്ലാഹു കച്ചവടത്തിന് വേണ്ടി ഏൽപ്പിക്കുന്ന വിഷയത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അങ്ങനെ വിശ്വാസങ്ങൾ ആദ്യമായി കച്ചവട സംഘവുമായി ഖദീജ റളിയല്ലാഹുവിൻ്റെ കച്ചവടത്തിൻ്റെ ചരക്കുമായി സിറിയയിലേക്ക് പുറപ്പെടുകയുണ്ടായി. ഈ സമയത്ത് മൈസറ എന്ന ഒരു ഖാദിമിനെ, ഒരു അടിമയെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖദീജ റളിയല്ലാഹു ഈ ഖിദ്മത്തിന് വേണ്ടി കച്ചവട സംഘത്തിന് കൂടെ പോകാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ യാത്ര ധാരാളം അത്ഭുതം നിറഞ്ഞതും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ലാഖിൻ്റെ ഗുണങ്ങൾ കണ്ട് മൈസറ എന്ന അടിമ പോലും അത്ഭുതപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ കാണാൻ വേണ്ടി സാധിക്കുന്നതായി നമുക്ക് സീറത്ത് നബിയിൽ കാണാൻ വേണ്ടി സാധിക്കും. കാരണം അന്ന് ഒരു അടിമയ്ക്ക് നൽകാവുന്നതിനെക്കാട്ടും ഉപരിയായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പരിഗണിക്കുകയും ഒരുമിച്ചെല്ലാം ഭക്ഷണം കഴിക്കുകയും ഒരുമിച്ച് യാത്ര ചെയ്യുകയും ഒരുമിച്ച് സംസാരിക്കുകയും ഒരുമിച്ച് എല്ലാ രീതിയിലും അദ്ദേഹം സ്വന്തം സഹോദരനെ പോലെ എല്ലാം നോക്കുന്നത് കണ്ടിട്ട് മൈസറ അത്ഭുതപ്പെടുകയും ഇത്രയും നല്ല ചെറുപ്പക്കാരനെ ഞാൻ കണ്ടിട്ടില്ല എന്ന നിലയിൽ അത്ഭുതപ്പെടുകയും മാത്രമല്ല കച്ചവടം ചരക്ക് വിൽക്കുന്ന സമയത്ത് കാണിക്കുന്ന സത്യസന്ധതയും കച്ചവട ചരക്ക് വിൽക്കുന്ന സമയത്ത് കാണിച്ച അത്ഭുതമായ സ്വഭാവത്തിൻ്റെ ഗുണങ്ങളെല്ലാം വളരെയധികം ഇംപ്രസ്ഡായ മൈസറ കച്ചവട സംഘം തിരിച്ചു വന്നതിന് ശേഷം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ധാരാളമായി പുകഴ്ത്തി ഖദീജ റളിയല്ലാഹു എല്ലാം പറയുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. കച്ചവട സംഘം വലിയ ലാഭവുമായി തിരിച്ചു വരികയുണ്ടായി. സാധാരണക്കാരുടെ കൂട്ടത്തിൽ വലിയ ലാഭം കിട്ടി ഖദീജ റളിയല്ലാഹു സന്തോഷിക്കുകയും അതിനുപരിയായിട്ട് മൈസറിൻ്റെ നാവിൽ നിന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ലാഖിനെ പറ്റിയും ഗുണത്തെപ്പറ്റിയും എല്ലാം കേട്ട സമയത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിക്കണം എന്ന ചിന്ത ഖദീജ റളിയല്ലാഹുവിൻ്റെ മനസ്സിൽ വീണ്ടും വരികയുണ്ടായി. കാരണം ഖുറൈശിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും റിച്ചസ്റ്റായ സ്ത്രീയായിട്ട് ധാരാളം പ്രപ്പോസൽസ്, ധാരാളം ആലോചനകൾ പ്രത്യേകിച്ച് അബൂ സുഫിയാൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ വലീദിൻ്റെ ഭാഗത്തു നിന്നും അബൂജഹലിൻ്റെ ഭാഗത്തു നിന്നും എല്ലാം പോലും വന്നിട്ടുണ്ട് എന്ന നിലയിൽ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും വലിയ മക്കയിലെ പ്രമാണികളുടെ ആലോചന വന്നിട്ട് പോലും അതെല്ലാം ഒഴിവാക്കി ഇനിയൊരു വിവാഹം വേണ്ട എന്ന നിലയിൽ ചിന്തിച്ചിരുന്ന ഖദീജ റളിയല്ലാഹു ഒരു വിവാഹം കഴിക്കണം എന്ന നിലയിൽ ചിന്ത വന്നിട്ടുള്ളത് നബിസ്വല്ലല്ലാഹുങ്ങളുടെ അഖ്ലാഖിൻ്റെ നബിസ്വല്ലല്ലാഹുങ്ങളുടെ ഗുണത്തിൻ്റെ വാർത്ത കേട്ടിട്ടാണ്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കിയ ബഹുമാനികളെ, നബിസ്വല്ലല്ലാഹുങ്ങളുടെ കൂടെ യാത്ര ചെയ്ത വ്യക്തിക്ക് നബിസ്വല്ലല്ലാഹുവിനെ പറ്റി പറയാൻ 100 നാവായിരുന്നു. തങ്ങളെ കച്ചവടത്തിൽ കാണിച്ചിരുന്ന ഹക്ക്, കച്ചവടത്തിൽ കാണിച്ചിരുന്ന ഗുണങ്ങൾ, സത്യസന്ധത, അതിലുപരിയായി പൂർണ്ണമായും വലിയ ലാഭത്തിലും തിരിച്ചു വന്ന സമയത്തും അതിലുപരിയായി മൈസറയോട് കാണിച്ച അഖ്ലാഖും എല്ലാം ഖദീജ റളിയല്ലാഹുവിനെ നബിസ്വല്ലല്ലാഹുവിലേക്ക് ആകർഷിക്കുകയുണ്ടായി. മറ്റൊരു സംഘം കൂടി തവണയും കൂടി നബിസ്വല്ലല്ലാഹു കച്ചവടത്തിന് വേണ്ടി വീണ്ടും അയക്കൂ എന്ന നിലയിലും വന്നിട്ടുണ്ട്. എന്നാൽ തന്നെ ശരി, ഒന്നാമത്തെ രണ്ടാമത്തെയോ കച്ചവട സംഘവും തിരിച്ചു വന്ന സമയത്ത് വളരെയധികം ലാഭമായി വന്ന സമയത്ത് ഖദീജ റളിയല്ലാഹു വളരെയധികം നബിസ്വല്ലല്ലാഹുവിനെ വിവാഹം കഴിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയുണ്ടായി.
എന്നാൽ ഈ ആഗ്രഹം എങ്ങനെ പ്രപ്പോസ് ചെയ്യും, എങ്ങനെ അവിടെ അവതരിപ്പിക്കും എന്ന വിഷയത്തിൽ സംശയത്തിലായിരുന്നു ഖദീജ അള്ളാഹന്ന. എന്നാൽ നുസൈബ, നഫീസ എന്ന സ്ത്രീയുടെ പേര്, ഖദീജ അള്ളാഹിൻ്റെ സുഹൃത്താണ്. നഫീസ എന്ന സ്ത്രീയാണ് നബിദാസങ്ങളുടെ അടുത്ത് പോയി ഈ കാര്യം അവതരിപ്പിക്കുകയും നബിദാസങ്ങൾ ഇത് കേട്ടപ്പോൾ ആദ്യം ഒന്ന് മടിച്ചു നിന്നെങ്കിലും നഫീസ അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയ സമയത്ത് അംഗീകരിക്കുകയും അങ്ങനെ അബൂ താലിബുമായി ചർച്ച നടക്കുകയും ചുരുക്കി പറയുകയാണെങ്കിൽ അത് വിവാഹത്തിലേക്കെല്ലാം എത്തുകയെല്ലാം ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഈ ഖദീജ അള്ളാഹിൻ്റെ വയസ്സ് എത്ര, നബിദാസങ്ങളുടെ വയസ്സ് എത്ര? നബിദാസങ്ങളുടെ വയസ്സ് 25 വയസ്സാണ്. അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. എല്ലാ സീറ ഗ്രന്ഥങ്ങളിലും നബിദാസങ്ങളുടെ വയസ്സ് 25 എന്ന നിലയിലാണ് വന്നിട്ടുള്ളത്. ഖദീജ അള്ളാഹിൻ്റെ വയസ്സ് 40 വയസ്സ് ആണ് എന്നാണ് പൊതുവെ നമ്മൾ പറയപ്പെടാറ്. എന്നാൽ അതൊരു അഭിപ്രായം മാത്രമാണ്. 28 എന്ന നിലയിലും അഭിപ്രായം ചില ഗ്രന്ഥങ്ങളിൽ, പ്രത്യേകിച്ച് തബക്കാത്ത് ബിൻ സഅദിലും അതുപോലെ തന്നെ ബൈഹഖിൻ്റെ ദലാലിൻ നുബുവത്തിലും അതുപോലെ തന്നെ ഒന്ന് രണ്ട് ഗ്രന്ഥങ്ങളിൽ ഖദീജ അള്ളാഹിക്ക് 28 വയസ്സും എന്ന നിലയിൽ വന്നിട്ടുണ്ട്. 40 വയസ്സ് 28 വയസ്സ് രണ്ട് അഭിപ്രായം ഉണ്ട്. എന്നാൽ പൊതുവേ നമ്മൾ പരാമർശിക്കുന്ന അഭിപ്രായമാണ് 40 വയസ്സ് എന്നുള്ള അഭിപ്രായം. ഏതാണ്ട് തന്നെ ശരി, ഖദീജ അള്ളാഹിൻ്റെ സഹസ്രങ്ങളായി വിവാഹം നടക്കുകയുണ്ടായി. ഇതിനുശേഷം അത് അധികം വിവാഹത്ത് വന്നിട്ടില്ല. പിന്നെ നമുക്ക് കാണാൻ സാധിക്കും ഖദീജ അള്ളാഹിൻ്റെ സഹസ്രങ്ങളിൽ നിന്നിട്ടും 6 മക്കൾ ജനിക്കുന്നുണ്ട്. സഹസ്രങ്ങളും ഖദീജ അള്ളാഹിൻ്റെ തമ്മിലുള്ള ദാമ്പത്യത്തിൽ 6 കുട്ടികളാണ് ജനിക്കുന്നത്. അതിൽ ആദ്യം കുട്ടി ജനിച്ചതിൻ്റെ പേര് ഖാസിം എന്നാണ്. ഖാസിം എന്ന കുട്ടി ജനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നബിസാഹസങ്ങളുടെ കുനിയ, നബിസാഹസങ്ങൾ തങ്ങളുടെ വിളിപ്പേര് അബുൽ ഖാസിം എന്ന് വന്നിട്ടുള്ളത്. സാധാരണ അറബിലടയിലെ രീതിയാണ് ആദ്യ കുട്ടിയുടെ പേര് വെച്ചുകൊണ്ട് അബു അല്ലെങ്കിൽ ഉമ്മു ചേർത്തുകൊണ്ട് ഒരു വിളിപ്പേര്, ഒരു കുനിയ വരാറുണ്ട്. അത് പല കാരണങ്ങളും ആയിരിക്കാം. ഒരു പക്ഷേ മക്കളെ പേര് ആയിക്കൊള്ളണം എന്ന് എല്ലാ അവസ്ഥയിലും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ഉദാഹരണത്തിന് അബൂബക്കർ, അബൂ ഹുറൈറ എന്നെല്ലാം പേര് വേറെ അതുമായി ബന്ധപ്പെട്ട് വന്നതാണ്. നബിദാസങ്ങളുടെ മക്കയിലുണ്ടായിരുന്ന വിളിപ്പേര് അബുൽ ഖാസിം എന്നായിരുന്നു. അത് നബിദാസങ്ങളുടെ ആദ്യ മകൻ ഖാസിം എന്ന കുട്ടിയാണ്. ഖാസിം വളരെ ചുരുങ്ങിയ വർഷമേ ജീവിക്കുന്നുള്ളൂ. ഏകദേശം 3 അല്ലെങ്കിൽ 6 വയസ്സ് സമയത്താണ് ഖാസിം മരണപ്പെടുന്നത്. നബിദാസം രണ്ടാമത്തെ കുട്ടി, പിന്നെ 4 മകളാണ് നബിദാസം ജനിക്കുന്നത്. ഈ 4 മക്കൾ മൂത്ത മകൾ സൈനബാണ്. ഈ സൈനബിന് ശേഷം ഉള്ള ഓർഡർ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ചില പണ്ഡിതന്മാർ ഫാത്തിമ റളിയല്ലാഹുവിനെ അവസാനം, ചില പണ്ഡിതന്മാർ ഫാത്തിമ റളിയല്ലാഹുവിനെ മൂന്നാമതെല്ലാം വരുന്നുണ്ട്. എന്നാൽ പൊതുവെയുള്ള അഭിപ്രായം, ഭൂരിപക്ഷ അഭിപ്രായമാണ് ആ ഓർഡർ പറയുമ്പോൾ സൈനബ്, റുഖിയ, ഉമ്മു കുൽസൂം, ഫാത്തിമ, ഇതാണ് ആ തർത്തീബ്, ഇതാണ് ആ ഓർഡർ. പൊതുവെയുള്ള ഓർഡർ പരാമർശത്തിൽ ഭൂരിപക്ഷ ഉലമാക്കളുടെ ഓർഡർ തർത്തീബ് പ്രകാരം ഇതാണ് ആ ക്രോണോളജി. അപ്പോൾ നബിസാഹസങ്ങൾക്ക് 6 കുട്ടികളിൽ 5 കുട്ടികളും നുബുവത്തിന് മുമ്പാണ് ജനിക്കുന്നത്. ഖാസിം, സൈനബ്, റുഖിയ, ഉമ്മു കുൽസൂം, ഫാത്തിമ. നുബുവത്തിന് ശേഷം തങ്ങൾക്ക് ജനിക്കുന്ന കുട്ടിയാണ് അബ്ദുള്ള എന്നുള്ള കുട്ടി. നബിസാഹസങ്ങൾ തങ്ങളെ 35 വയസ്സിന് ശേഷം നബിസാഹസങ്ങൾ മക്കയിൽ ധാരാളമായി തങ്ങൾ പീക്കിൽ നിൽക്കുന്ന അവസ്ഥയായിരുന്നു. കാരണം മക്കയിൽ തങ്ങൾക്ക് എല്ലാവരുടെയും സ്ഥാനമുണ്ട്. സമ്പത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും ആൾക്കാരുടെ ഇടയിലുള്ള മഹത്വത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും നബിസാഹസങ്ങൾ എത്രയും മുമ്പിൽ നിൽക്കുന്ന അവസ്ഥയിലാണ്. അഥവാ അല്പ വർഷങ്ങൾക്ക് ശേഷമാണ് നബിദാസങ്ങൾക്ക് സ്വന്തമായി ഈ മക്കയിൽ ഉണ്ടായിരുന്ന ഈ പൊല്യൂട്ടഡായ അറ്റ്മോസ്ഫിയറിൽ നിന്ന്, മക്കയിൽ ഉണ്ടായിരുന്ന ജഹാലിയത്തിൻ്റെ അവസ്ഥ വിട്ടു നിന്നുകൊണ്ട്, മക്കയിൽ ഉണ്ടായിരുന്ന അധാർമികതയുടെയും അതുപോലെ തന്നെ ചൂതാട്ടത്തിൻ്റെയും കള്ളിൻ്റെയും പലിശയുടെയും അവസ്ഥയിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഒരു പ്രത്യേകമായ സ്ഥലത്ത് പോയി ഏകാഗ്രമായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം എന്ന നിലയിൽ ചിന്ത എല്ലാം വരികയും നബിദാസങ്ങൾ തങ്ങൾ ഇടയ്ക്കിടെ ജബൽ നൂറിലെ ഹിറാ ഗുഹയിൽ പോയി തങ്ങൾ അള്ളാഹുമായി ഏകമായ ഇതിന് ഇബാദത്തെല്ലാം ചെയ്ത് കഴിഞ്ഞുകൂടാറുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ സമയത്താണ് ഇമാം ബുഖാരി ഇരിക്കുന്ന ഹദീസാണ്. ബുഖാരിയിലെ ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഹദീസാണ്. ആഷാദാൻ റിവായത്ത് ചെയ്യുന്ന ദീർഘമായ ഹദീസ്. ആഷാദം തുടങ്ങുന്ന തന്നെ വിശ്വാസങ്ങൾക്ക് ഈ സമയത്ത് 6 മാസത്തോളം പുലരുന്ന സ്വപ്നങ്ങൾ വിശ്വാസങ്ങൾ കാണുകയുണ്ടായി. അതായത് വിശ്വാസങ്ങൾ സ്വപ്നം കാണുകയും ആ സ്വപ്നം എല്ലാം നബിദാസങ്ങൾ പുലരുന്നതായിട്ടും കാണുകയുണ്ടായി. അതുപോലെ തന്നെ മക്കയിലെ സലാം പറയുന്നതായിട്ടും തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നബിദാസങ്ങൾ ഒന്നും കാണാത്ത അവസ്ഥയിലും, അതായത് കല്ലുകളും മരങ്ങളെല്ലാം നബിദാസങ്ങൾക്ക് സലാം പറഞ്ഞതായിട്ട് നബിദാസങ്ങൾക്ക് അനുഭവപ്പെടുകയുണ്ടായി. ഇനി 6 മാസത്തോളം ഇങ്ങനെ കഴിഞ്ഞു പോവുകയുണ്ടായി. ഇങ്ങനെ സമയത്താണ് നബിദാസങ്ങൾ ഹിറാഗുയിൽ നിൽക്കുന്ന സമയത്ത്, ചില സമയങ്ങളിൽ നബിദാസങ്ങൾ ഹിറാഗുയിൽ ദിവസങ്ങളോളം നിൽക്കും. ആ സമയത്ത് ഭക്ഷണം കഴിഞ്ഞു കഴിഞ്ഞാൽ നബിദാസങ്ങൾ വീണ്ടും വീട്ടിലേക്ക് വന്ന് വീണ്ടും ഭക്ഷണം സംഭരിച്ച് വീണ്ടും അവിടെ പോവുകയും വീണ്ടും നബിദാസങ്ങൾ ഈ അള്ളാഹുവിന്റെ ഇബാദത്തിൽ കഴിഞ്ഞുകൂടുകയും, ചില സമയങ്ങളിൽ ചില ദിവസങ്ങളിൽ ഒരുപക്ഷെ ഖദീജ അള്ളാഹിനെയും ഭക്ഷണമായിട്ട് ഒരുപക്ഷെ ഹിറാഗുയിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം. അങ്ങനെയും ചില റിവായത്ത് വന്നിട്ടുണ്ട്. ബുഖാരിയിലെ ഹദീസ് പ്രകാരം നബിദാസങ്ങൾ ഫുഡ് എല്ലാം ഒരുമിച്ച് കൊണ്ടുപോവുകയും തീർന്ന സമയത്ത് നബിദാസങ്ങൾ താഴോട്ട് വന്ന് വീണ്ടും എല്ലാം വീണ്ടും ഫുഡ് കൊണ്ടുപോകുക എന്നതിലാണ് വന്നിട്ടുള്ളത്. ഏതാണ്ട് തന്നെ ശരി. ഇന്ന് നമുക്ക് ഹിറാഗുയിൽ പോയ വ്യക്തികൾക്ക് അറിയാം, ഏകദേശം ഇന്ന് സ്റ്റെപ്പെല്ലാം അവിടെയുണ്ട്, പൂർണ്ണമായും പോകാനുള്ള വഴികളുണ്ട്. എന്നിട്ട് പോലും ഏകദേശം 1 മണിക്കൂറോളം സമയമെടുക്കും ഹിറാഗുയിൽ എത്താൻ വേണ്ടിയിട്ട്. എന്നാൽ നമുക്ക് ആലോചിച്ച് നോക്കി, ഇന്ന് നടന്നുകൊണ്ട് സാഹസങ്ങളെ ഖിദ്മത്തിന് വേണ്ടിയിട്ട് ചില സമയങ്ങളിൽ ഖദീജ അള്ളാഹന്ന അന്ന് നല്ല പ്രായമുണ്ട്,
എന്നാൽ ഭർത്താവിനെ ഖിദ്മത്ത് ചെയ്യണം എന്ന നിലയിൽ ഖദീജ അള്ളാഹിനെ ഭക്ഷണമായി അവിടെ വരുമായിരുന്നു. ഒരിക്കൽ നിങ്ങൾ എന്തിനാണ് മനുഷ്യ അവിടെ പോയി നിൽക്കുന്നത്, എന്തിൻ്റെ അർത്ഥമാണ് എന്ന് പോലും ഒരിക്കപ്പോഴും ചോദിച്ചിട്ടില്ല. പൂർണ്ണമായും എൻ്റെ ഭർത്താവ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന നിലയിലാണ് ഖദീജ അള്ളാഹിനെ മാറിയിട്ടുള്ളത്. ഏതായാലും തന്നെ ശരി, എനിക്ക് വളരെ ഷോർട്ടാക്കി പറയാണ്. 40-ാമത്തെ വയസ്സിൽ ഒരു റമളാൻ മാസത്തിൽ ഒരു തിങ്കളാഴ്ച ദിവസത്തിൽ ജിബ്രീൽ അലൈഹി ഇസ്ലാം വഹയുമായി വരികയും ഇഖ്റാ ബിസ്മി എന്ന സൂറത്ത് അവതരിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ സാഹസങ്ങളെ 3 തവണ കെട്ടിപ്പിടിച്ച് ഇഖ്റ എന്ന് പറയുന്ന സമയത്ത് മാ നബി ഖാരി, എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് ജിബ്രീൽ അലൈഹി ഇസ്ലാമിന് മറുപടി പറയുകയും ജിബ്രീൽ അലൈഹി ഇസ്ലാം വീണ്ടും ഇഖ്റ എന്ന് പറഞ്ഞ് 3-ാമത്തെ തവണ സാഹസങ്ങളെ വളരെയധികം സ്ട്രോങ് ആയി കെട്ടിപ്പിടിക്കുകയും സമയത്ത് സാഹസങ്ങളെ പേടിച്ചു പോയി, മരണപ്പെട്ടു പോകുന്ന പേരിൽ പേടിച്ചു പോയി. സാഹസങ്ങളെ വളരെ പേടിച്ച് പനിച്ച് വിറച്ചുകൊണ്ട അവസ്ഥയിലാണ് നേരെ ഇറാഖിൽ താഴെ ഇറങ്ങി സാഹസങ്ങൾ തങ്ങളുടെ വീടുകളിലേക്ക് ഓടുന്നത്. ബഹുമാനികളെ നമ്മൾ ആലോചിച്ച് നോക്കണം. ഒരു പക്ഷേ സാഹസങ്ങൾക്ക് തങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടായ അബൂബക്കറിന്റെ വീട്ടിലേക്ക് പോകായിരുന്നു, അതല്ലെങ്കിൽ തങ്ങളെ ഉപ്പായുടെയും ഉമ്മായുടെയും ഫിഗറുള്ള അബൂതാലിബിന്റെ അടുത്തേക്ക് പോകായിരുന്നു. എന്നാണ് സാഹസം നേരെ പോയിട്ടുള്ളത് തന്റെ സ്വന്തം ഭാര്യയുടെ അടുത്തേക്കാണ്. സുബ്ഹാനല്ലാഹ്, അത്രത്തോളം വിശ്വാസങ്ങൾക്ക് ഏറ്റവും അധികം അടുപ്പം, ബന്ധം, സ്നേഹം, എല്ലാത്തിനും ഒരു പരിഗണന സ്വന്തം ഭാര്യയോടായിരുന്നു. നേരെ ഖദീജ അള്ളാഹിന്റെ വീട്ടിലേക്ക് പോയി. എത്രത്തോളം കിതാബിൽ കാണാൻ സാധിക്കും. ഖദീജ അള്ളാഹിന്റെ വീട്ടിലെത്തിയ സമയത്തും വിറച്ചുകൊണ്ടാണ് പറയുന്നത്. എത്രത്തോളം 1-2 മണിക്കൂറോ ട്രാവൽ ഉണ്ടാവും കാൽനടയായിട്ട് പോകുന്ന സമയത്ത് ഖദീജ അള്ളാഹിന്റെ വീട്ടിൽ നിന്നിട്ടും ഹിറാ ഗുഹയിലേക്ക്. ഇത്രയും സമയം എടുത്തിട്ടും ഇത്രയും തങ്ങൾ വിറയ്ക്കുന്ന അവസ്ഥയിലും പേടിക്കുന്ന അവസ്ഥയിലാണ് ഖദീജ അള്ളാഹിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. നേരെ ഖദീജയോട് പറയുണ്ടായി, ജമ്മിലൂനി എന്നെ പുതപ്പിക്കുന്നെല്ലാം പറയുന്നുണ്ട്. ബഹുമാനികളെ, പറയുകയാണെങ്കിൽ ധാരാളം പറയാൻ പറ്റും. ഇസ്ലാമിക ഹിസ്റ്ററിയിലെ ഒരു സ്ത്രീ ചെയ്ത ഈ അമല് ധാരാളം പണ്ഡിതന്മാർ പ്രത്യേകമായി ചാപ്റ്റർ കൊണ്ടുവന്നുകൊണ്ട് ചർച്ച ചെയ്ത വിഷയമാണ്. ധാരാളം പണ്ഡിതന്മാർ ബഹുമാനികളെ തൊബറാനിയിലെ അദ്ദേഹത്തിന് അബ്ദുല്ലാഹി മസൂദിന്റെ റിവായത്തിൽ, അതുപോലെ തന്നെ ഇബ്നു അബ്ദുൽ ബറിന്റെ റിവായത്തിലെല്ലാം ഈ സംഭവം വലിയ ചാപ്റ്ററായി റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അവതരിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം നബിയാസനം പേടിച്ച് വന്ന സമയത്ത് ഖദീജ അള്ളാഹിനെ പുതപ്പ് കൊണ്ട് മൂടുകയും വിശ്വാസങ്ങളെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ബഹുമാനികൾ, ഒരിക്കൽ പോലും ആചരണക്ക് വേണമെങ്കിൽ പറയായിരുന്നു, നിങ്ങൾ എന്തിനാ അവിടെ പോയി നിന്നത്, നിങ്ങൾ അത് ഞാൻ പറഞ്ഞതല്ലേ അവിടെ പോകണ്ടെന്ന നിലയിലും. അതുപോലെ തന്നെ നിങ്ങളെ വിമർശിക്കാമായിരുന്നു. പക്ഷേ ഖദീജ അള്ളാഹിന് പറഞ്ഞ വാക്ക് വിശ്വാസങ്ങളെ ആശ്വസിപ്പിക്കുന്ന വാക്കുകളാണ് പറഞ്ഞിട്ടുള്ളത്. ബഹുമാനികളെ, ആശ്വസിപ്പിക്കുന്ന വാക്ക് ഖദീജ പറയണ്ടായി, കല്ലാ വല്ലാ ലാ യഹ്സിക അല്ലാഹു അബദ, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ ബേജാറാവണ്ട, അള്ളാഹ് ഒരിക്കലും നിങ്ങളെ പായാക്കൂല, അള്ളാഹ് ഒരിക്കലും നിങ്ങളെ വെറുതെ ആക്കൂല. കാരണം നിങ്ങൾ പാവങ്ങളെ സഹായിക്കുന്ന വ്യക്തിയാണ്, നിങ്ങൾ സത്യസന്ധനാണ്, നിങ്ങൾ എല്ലാവരെയും ബഹുമാനിക്കുന്ന വ്യക്തിയാണ്, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്, നിങ്ങൾ അതിഥികളെ സൽക്കരിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അള്ളാഹ് പായാക്കി കളയൂല, അള്ളാഹ് നിങ്ങളെ പൊട്ടടി ചെയ്യുക തന്നെ ചെയ്യും എന്നെല്ലാം പറഞ്ഞ് നബിതങ്ങൾ സാഹസങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആ വാക്ക് നമുക്ക് ഖദീജ അള്ളാഹിന്റെ നാവിൽ നിന്ന് വന്നതായിട്ട് കാണാൻ സാധിക്കും. ബഹുമാനികളെ ആലോചിച്ച് നോക്കി, ഒരു സ്ത്രീയാണ് സാഹസങ്ങൾക്ക് ബഹുമാനികളെ ഹിമ്മത്ത് കൊടുത്ത് ധൈര്യം കൊടുത്ത് നബിതങ്ങൾ ആശ്വസിപ്പിക്കുന്നത്. ബോധത്തിൽ കിട്ടിയ സമയത്ത് നബിതങ്ങൾ പേടിക്കുകയാണ്. ആദ്യമായി ജിബ്രീൽ ഇസ്ലാമിനെ കണ്ടപ്പോൾ തങ്ങൾ പേടിക്കാൻ ചെയ്തിട്ടുള്ളത് ആ സമയത്ത് ആശ്വസിപ്പിക്കുന്നത്, കൺസോൾ ചെയ്യുന്നത്, സമാധാനിപ്പിക്കുന്നത് എല്ലാം ഖദീജ അള്ളാഹിനെയാണ്. ബഹുമാനികൾ, എത്ര വലിയ അമലാണ് ഈ അമൽ. ബഹുമാനികൾ മാത്രമല്ല, അപ്പോൾ ഏറ്റവും അധികം മക്കയിൽ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയാണ് വറഖത്ത് ബിൻ നൗഫൽ. ഖദീജ അള്ളാഹുവിന്റെ കസിനായിട്ട് വരുന്ന വ്യക്തിയാണ്. നൗഫൽ എന്ന സഹോദരന്റെ മകനാണ്. വളരെയധികം പ്രായമുണ്ട്, 80-90 വയസ്സുണ്ട് ആ സമയത്ത്. അദ്ദേഹം ഹിബ്രു ഭാഷ അറിവുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ അഹ്ലു ബൈത്തിന്റെ അഹ്ലു കിതാബിന്റെ ഇൽമിന്റെ അറിവുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും അദ്ദേഹം വിശ്വാസങ്ങളോട് ഈ നുബൂവത്തിന്റെ വിഷയം പറയുകയും, അതുപോലെ തന്നെ ഒരു കാലഘട്ടം വരും, നിങ്ങൾ ഇവിടെ നിന്നും പുറത്താക്കപ്പെടുന്ന കാലഘട്ടം വരും എന്ന് പറഞ്ഞപ്പോൾ വിശ്വാസങ്ങൾ അത്ഭുതപ്പെട്ട്, എന്നെ ഇത്രയും സ്നേഹിക്കുന്ന അൽ അമീൻ അസ്വാദിഖ് എന്നെല്ലാം വിളിക്കുന്ന കൗമ് എന്നെ മക്കയിൽ നിന്ന് പുറത്താക്കപ്പെടുക എന്ന് ചോദിക്കുന്ന സമയത്ത് അതെ, എല്ലാ നബിമാരും ത്യാഗങ്ങളും ബുദ്ധിമുട്ടും അനുഭവിച്ചിട്ടുണ്ട്. അന്ന് ഒരുപക്ഷെ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങളെ കൂടെ ഞാനും ചെറുപ്പത്തിൽ അവസ്ഥയാണെങ്കിൽ ഞാനും കൂടുമായിരുന്നു എന്നെല്ലാം പറയുന്നതായിട്ടും കാണാൻ സാധിക്കും. ബഹുമാനികളെ, ആ സമയം മുതൽ ബഹുമാനികളെ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച വ്യക്തി ഖദീജ അള്ളാഹിനെയാണ്. ഉലമാക്കൾ എഴുതുന്നുണ്ട്, ആദ്യത്തെ വിശ്വാസി, ആദ്യമായി നമസ്കരിച്ച വ്യക്തി, ആദ്യമായി വുളൂ ചെയ്ത വ്യക്തി, ആദ്യമായി സ്വതക്ക ചെയ്ത വ്യക്തി, ആദ്യമായി അള്ളാഹിന്റെ വഴിയിൽ സമ്പത്ത് ചെലവഴിച്ച വ്യക്തി, ആദ്യമായി അള്ളാഹിന്റെ ദീനിന് വേണ്ടിയിട്ട് ഖിദ്മത്ത് ചെയ്ത വ്യക്തി, എല്ലാ ബഹുമതിയും എല്ലാ അംഗീകാരവും കിട്ടിയിട്ടുള്ളത് ഖദീജ അള്ളാഹിനെക്കാണ്. സുബ്ഹാനല്ലാഹ്, അബൂബക്കറിനെ കാട്ടി മറ്റെല്ലാ സഹാബയെ കാട്ടി മുമ്പിലായി, എല്ലാത്തിനും മുമ്പിൽ ആദ്യത്തെ ഫസ്റ്റ് എല്ലാത്തിലും ഇസ്ലാമിൽ കിട്ടിയിട്ടുള്ള ആ ഭാഗ്യം കിട്ടിയിട്ടുള്ളത് ഖദീജ അള്ളാഹിനെക്കാണ്. സുബ്ഹാനല്ലാഹ്. ബഹുമാനികളെ, ഇസ്ലാമിലെ വിശ്വാസങ്ങളെ തുടർന്നുള്ള ജീവിതം ബഹുമാനികളെ, സീറത്ത് നബവിയിൽ 10 വർഷത്തോളം മക്കയിൽ ഉണ്ടായിരുന്ന 13 വർഷത്തിൽ 10 വർഷത്തോളമാണ് ഖദീജ അള്ളാഹിന് കൂടെ ഉണ്ടാവുന്നത്. ഈ വർഷം വിശ്വാസങ്ങളുടെ സീറത്ത് നബവിയിൽ ഏതൊരു വ്യക്തിക്കും കണ്ണു നിറയാതെ വായിക്കാൻ വേണ്ടി പറ്റൂല. കാരണം അത്രത്തോളം ത്യാഗങ്ങൾ, അത്രത്തോളം ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ വിശ്വാസങ്ങൾ മക്കയിൽ പിന്നെ അനുഭവിക്കുന്നുണ്ട്. ഈ സമയത്ത് തങ്ങളെ കൂടെ എല്ലാത്തിനും ആശ്വാസിപ്പിച്ചുകൊണ്ട് സമാധാനിപ്പിച്ചുകൊണ്ട്
അതുപോലെ തന്നെ നബിക്ക് ഊർജ്ജം നൽകിക്കൊണ്ട് വിശ്വാസങ്ങളുടെ കൂടെ വീട്ടിൽ റളിയല്ലാഹു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് സാഹസങ്ങൾ തങ്ങൾ നുബുവത്തിൻ്റെ ആദ്യ 3 വർഷത്തോളം രഹസ്യമായ പ്രബോധനമായിട്ട് ഉണ്ടായിട്ടുള്ളത്. സ്വീകരിച്ച അധിക വ്യക്തികളും പാവങ്ങളും മക്കയിൽ ധാരാളം സ്ഥാനമില്ലാത്ത ആൾക്കാരൊക്കെ ആയിരുന്നു. അധിക വ്യക്തികളും ചില വ്യക്തികൾ വിരലെണ്ണാവുന്ന ചില വ്യക്തികൾ മക്കയിൽ ടോപ്പ് സ്റ്റാറ്റസുള്ള വ്യക്തികൾ ഒഴികെ ബാക്കി അധിക ആളുകളും പാവങ്ങളും അടിമകളും താഴ്ന്ന രീതിയിലുള്ള ആൾക്കാരുമായിരുന്നു. അവരെല്ലാം സപ്പോർട്ടിൻ്റെ വിഷയത്തിലും അതുപോലെ ദീനിൻ്റെ ഖിദ്മത്തിൻ്റെ വിഷയത്തിലും റളിയല്ലാഹു മുൻപന്തിയിലുണ്ടായിരുന്നു. കൂടാതെ സാഹസങ്ങൾക്ക് നുബുവത്തിന് ശേഷം ജനിച്ച മകനാണ് 6ാമത്തെ മകനാണ് അബ്ദുള്ള എന്ന വ്യക്തി. ഞാൻ നേരത്തെ പറയുണ്ടായി 6 മക്കളാണുള്ളത്: ഖാസിം, സൈനബ്, റുഖിയ, ഉമ്മു കുൽസും, ഫാത്തിമ, അബ്ദുള്ള. നുബുവത്തിന് ശേഷം അബ്ദുള്ള ജനിച്ചത് കൊണ്ട് അബ്ദുള്ളക്ക് താഹിർ, തൊയ്യീബ് എന്നെല്ലാം പേരുണ്ട്. എന്നാൽ അബ്ദുള്ള 1-2 വയസ്സ് സമയത്ത് അബ്ദുള്ള മരിക്കുകയുണ്ടായി. ഈ സമയത്ത് മക്കയിലെ ഖുറൈശികൾ, ശത്രുക്കൾ, ആസിബിൻ വാഹിൽ, അബൂ ജഹൽ, ഉഖബ അബി മുഈത്ത് എല്ലാം ആഘോഷിക്കുകയല്ല ചെയ്യുന്നത് ഈ നബികളുടെ മകൻ്റെ മരണം. ആൺകുട്ടികളില്ല എല്ലാം പറഞ്ഞ് നബിതങ്ങളെ വാലിട്ടവനാണ് എല്ലാം പറഞ്ഞ് മക്കയിൽ സെലിബ്രേറ്റ് ചെയ്യുകയും ഈ സമയത്ത് നബിതങ്ങൾ എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ടാകും നമുക്ക് ആലോചിക്കുന്നതാണ്. ഇതിലുപരിയായിട്ട് ബഹുമാനികളെ സാഹസങ്ങളെ 2 മക്കളെ റുഖയ്യയെയും ഉമ്മു കുൽസൂമിനെയും വ്യാസങ്ങളുടെ ഉപ്പാട് സഹോദരനാണ് അബൂ ലഹബ്. ഉപ്പാട് സഹോദരനാണ്, സ്വന്തം ഉപ്പാട് സഹോദരൻ മാത്രമല്ല അയൽവാസി കൂടിയാണ്. അബൂ ലഹബിൻ്റെ 2 മക്കളുമായിട്ട് എൻഗേജ്മെൻറ്റ്, വിവാഹത്തിൻ്റെ കരാർ, വിവാഹത്തിൻ്റെ കോൺട്രാക്ട് ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അബൂ ലഹബിൻ്റെ മൂത്ത മക്കളാണ് ഉത്തുബ, ഉത്തൈബ. ഈ 2 മക്കളുമായിട്ട് വിശ്വാസങ്ങൾ തങ്ങളുടെ റുഖയ്യയുടെയും ഉമ്മു കുൽസൂമിൻ്റെയും വിവാഹത്തിൻ്റെ കരാർ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ വിശ്വാസങ്ങൾ ദഅവത്ത് തുടങ്ങിയ സമയത്ത് അബൂ ലഹബ് എത്രത്തോളം മോശപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം ചെയ്ത പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് മക്കളെ വിളിച്ച് ഉപദേശിക്കുകയും വിശ്വാസങ്ങളുടെ മക്കളെ നിങ്ങൾ ഒഴിവാക്കണമെല്ലാം പറയുകയും ചെയ്യേണ്ടത്. മകനുകളെ 2 മക്കളെ വിശ്വാസങ്ങൾ 2 മക്കളെ അന്ന് അവർ പബ്ലിക്കായി ഇതിൽ ഒഴിവാക്കുകയും അതുപോലെ തന്നെ വിശ്വാസങ്ങളെ വീട്ടിൽ വന്ന് അവർ മോശമായ നിലയിൽ വിശ്വാസങ്ങളെ വളരെയധികം ചീത്ത പറയുകയെല്ലാം ചെയ്യുന്നുണ്ട്. വിശ്വാസങ്ങൾ ജീവിതം ഒരിക്കൽ പോലും തെറിവാക്കോ മോശപ്പെട്ട വാക്കോ ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ അബൂ ലഹബിൻ്റെ 2ാമത്തെ മകൻ ഉത്തൈബ എന്നാണ് ആ ചങ്ങാതിൻ്റെ പേര്. വിശ്വാസങ്ങൾ വളരെയധികം മോശത്തരം പറയുകയെല്ലാം ചെയ്യുന്ന അവസ്ഥ കാണാൻ സാധിക്കും. അള്ളാഹു അതിന് അടി കൊടുക്കുന്നുണ്ട്. അദ്ദേഹം വളരെ മോശപ്പെട്ട നിലയിലാണ് ഉത്തൈബ എന്ന വ്യക്തി മരിക്കുന്നത്. ഒരു സിംഹമോ ചെന്നായോ വന്ന് ഒരു യാത്രക്കിടെ അദ്ദേഹത്തെ വധിക്കുക ചെയ്യുന്നത്. ആ സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കി ബഹുമാനികൾ, 2 പെൺകുട്ടികളെ മക്കയിൽ അന്ന് പൊതുവെ ഉണ്ടാവാറില്ല. മക്കയിൽ ഖുറൈശികൾ വാക്ക് പാലിക്കുന്ന വിഷയത്തിൽ വളരെയധികം സ്ട്രോങ് പാലിക്കുന്ന വ്യക്തികളാണ് ഖുറൈശികൾ മക്കയിൽ. എന്നാൽ വിവാഹത്തിൻ്റെ വാക്ക് അവർ ലംഘിക്കുകയുണ്ടായി. 2 പെൺമക്കളെ വീട്ടിൽ കൊണ്ടാക്കുകയുണ്ടായി. അത് വിവാഹജീവൻ തുടങ്ങിയിട്ടില്ല, വിവാഹത്തിൻ്റെ കരാർ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് തന്നെയാണ് തന്നെ ശരി, അതും അവർ ഒഴിവാക്കുകയുണ്ടായി. ഈ സമയത്ത് വിശ്വാസങ്ങൾ എത്രത്തോളം മാനസിക വിഷമം അനുഭവിച്ചിട്ടുണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. എന്നാൽ ഈ സമയത്ത് സമാധാനിപ്പിക്കാൻ, ആശ്വസിപ്പിക്കാൻ റളിയല്ലാഹു മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ബഹുമാനികളെ. ദീർഘമായ സംഭവമാണ്, വളരെ ചുരുക്കി പറയാണ് ബഹുമാനികളെ. സാഹസങ്ങളുടെ മക്കയിലുണ്ടായിരുന്ന ആ 10 വർഷ ജീവിതത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ട് നബിതങ്ങൾ അനുഭവിക്കുന്നുണ്ട്. മക്കയിൽ അൽ-അമീൻ അതേ കോമ വിശ്വാസങ്ങളുടെ മുഖത്തേക്ക് തുപ്പുന്നുണ്ട്, നബിതങ്ങളുടെ മുഖത്തേക്ക് മണ്ണെറിയുന്നുണ്ട്, വിശ്വാസങ്ങളുടെ മുഖത്തേക്ക് അത് കല്ല് വലിച്ചെറിയുന്നുണ്ട്, വിശ്വാസങ്ങളുടെ മേത്തേക്ക് ഒട്ടകത്തിൻ്റെ ചീഞ്ഞാളിഞ്ഞ കുടൽമാല ഇടുന്നുണ്ട്. വിശ്വാസങ്ങളെ വളരെയധികം മോശമായ നിലയിൽ മജ്നൂൻ, കദ്ദാബ് എന്നെല്ലാം വിളിച്ച് നഊദുബില്ല മോശമായ നിലയിൽ അവരെ കളിയാക്കുന്നുണ്ട്. ഇതെല്ലാം വന്ന സമയത്ത് മാനസികമായി തളർന്നു പോകും, ആരായി തന്നെ തളർന്നു പോകും. എന്നാൽ ഈ വന്ന അവസ്ഥയിൽ വിശ്വാസങ്ങളെ വീട്ടിൽ വെച്ച് ആശ്വസിപ്പിക്കുക, സമാധാനിപ്പിക്കുക എല്ലാം ചെയ്തത് റളിയല്ലാഹുവാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇസ്ലാമിക് ഓരോ മുസ്ലിമിനും തീർച്ചയായും നമുക്ക് ഓരോരുത്തർക്കും ഇസ്ലാമിൻ്റെ പേരിൽ കടപ്പാടുള്ള വ്യക്തി ആരാൻ ചോദിച്ചാൽ നമുക്ക് ഊഹിക്കാൻ പറയാൻ സാധിക്കും, അത് റളിയല്ലാഹുവിനോടാണ്. കാരണം ഈ സമയത്ത് വിശ്വാസങ്ങൾക്കൊരു പക്ഷേ മനസ്സ് മാറിയേക്കാം, നൗദുബില്ലാഹ് ഒരിക്കലും മാറില്ല, അള്ളാഹ് തർത്തീബാണ്. പക്ഷെ അള്ളാഹ് അതിന് കാരണമാക്കിയിട്ടുള്ളത് റളിയല്ലാഹു എന്ന സ്ത്രീയാണ് ബഹുമാനികളെ. ഈ 10 വർഷത്തിൻ്റെ ഈ ആദ്യത്തെ 6-7 വർഷം വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ഇസ്ലാം വളർന്നു നിൽക്കുന്ന അവസ്ഥ വന്ന് അവസാനം അബസീനിലേക്ക് ഹിജറ പോകേണ്ട അഭയാർത്ഥികളായി നാട് വിടേണ്ട അവസ്ഥ വരികയുണ്ട് മുസ്ലിമീങ്ങൾക്ക്. ധാരാളം മുസ്ലിമീങ്ങൾ, പ്രത്യേകിച്ച് സാഹചര്യങ്ങളുടെ മകളായ റുഖിയയും കല്യാണം കഴിച്ച ഉസ്മാൻ റളിയല്ലാഹുവിനെയും ആ സംഘത്തിൽ ഈ 81 പുരുഷന്മാരും 18 സ്ത്രീകളും വരുന്ന സംഘത്തിൽ അവർ പുറപ്പെടുകയുണ്ട്. ഈ സമയത്ത് സ്വന്തം ആലോചിക്കുക ബഹുമാനി, സ്വന്തം മകൾ പോലും നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ അഭിമുഖീകരിക്കുകയുണ്ടായി. അടുത്ത വർഷം ഖുറൈശികൾ മുസ്ലിങ്ങൾക്കായി പബ്ലിക്കായി ബാൻ വെക്കുകയും ബോയ്ക്കോട്ട് വെക്കുകയും ഈ സമയത്ത് 3 വർഷത്തോളം ബഹുമാനികളെ സീറത്ത് നബവിയിലെ നമുക്ക് കണ്ണ് നിറയാതെ വായിക്കാൻ പറ്റാത്തൊരു സംഭവമാണിത്. ശോഭ അബി താലിബിലെ 3 വർഷത്തെ ഒരു മലഞ്ചെരുവിൽ, ഒരു തായ്വരയിൽ മുസ്ലിങ്ങൾ കഴിഞ്ഞുകൂടുന്ന അവസ്ഥ. മുസ്ലിങ്ങൾക്കൊന്നും സാധനം വാങ്ങാനോ വെക്കാനോ പാടില്ല എന്ന ഖുറൈശികൾ പ്രഖ്യാപിച്ച നിയമപ്രകാരം ഖുറൈശിയും മുസ്ലിമീങ്ങളായ ആൾക്കാർ വളരെയധികം പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും കഴിയേണ്ടി വന്ന അവസ്ഥ വരികയുണ്ടായി. ആ സമയത്ത് സഹാബാക്കൾ പറയുന്നുണ്ട്, നമ്മൾ ഇല കഴിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്,
മൃഗത്തിൻ്റെ തോല് വെള്ളത്തിലിട്ടുകൊണ്ട് അതിൻ്റെ വെള്ളം കുടിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ബഹുമാനികൾ ആ സമയത്ത് ധാരാളം ത്യാഗങ്ങളും മുസ്ലിങ്ങൾ അനുഭവിക്കുകയുണ്ടായി. ഏതാനും ചില മനസ്സലിവ് തോന്നിയ ഏതാനും ചില വ്യക്തികൾ, അബുൽ ബക്തരി, അതുപോലെ തന്നെ ഹക്കീം ഇബ്ൻ ഇസാം, അദ്ദേഹം മുസ്ലിം ആയിട്ടില്ല, അതുപോലെ തന്നെ മുത്തഈമിൻ അദി എന്ന് തുടങ്ങിയ ചില മനസ്സലിവ് തോന്നിയ ചില വ്യക്തികൾ എന്തെങ്കിലും ഭക്ഷണം അറിയാതെ വല്ലപ്പോഴും രാത്രിയോടെയൊക്കെ എത്തിക്കും എന്നല്ലാതെ ഈ സമയത്ത് മുസ്ലിങ്ങൾ എത്രത്തോളം ത്യാഗം അനുഭവിച്ച് പട്ടിണിയിലും ബുദ്ധിമുട്ടിലും അനുഭവിച്ചു എന്നത് അള്ളാഹിന് മാത്രമേ അറിയുള്ളൂ. ബഹുമാനികൾ ഈ അവസ്ഥയിലാണ് ഖദീർ അള്ളാഹുനു അവിടെ വെച്ചിട്ട് 3 വർഷത്തിന് ശേഷം ബോയ്ക്കോട്ട് അവസാനിക്കുന്നുണ്ട്. അതിനുശേഷം ഖദീർ അള്ളാഹുന രോഗിയായിട്ടാണ് അവിടുന്ന് പുറത്തു വരുന്നത്. ഹിജ്റയുടെ 10ാമത്തെ വർഷം ഈ ബോയ്ക്കോട്ട് അവസാനിക്കുകയും 10ാമത്തെ വർഷം ഏതാനും മാസം കഴിഞ്ഞതിന് ശേഷം അബൂ താലിബ് മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഹിജ്റ 10 ശഅബാൻ മാസത്തിലാണ് അബൂ താലിബ് വഫാത്താവുന്നത്. അതിനുശേഷം 40 ദിവസത്തെ അല്ലെങ്കിൽ കുറഞ്ഞ ദിവസത്തെ വ്യത്യാസത്തിനിടയിലാണ് ഖദീർ അള്ളാഹുന വഫാത്താവുന്നത്. ഹിജ്റ 10 റമദാൻ മാസത്തിൽ ഖദീർ അള്ളാഹുന ഈ ലോകത്തോട് വിട പറയുകയുണ്ടായി. ബഹുമാനികളെ, നബിതങ്ങൾ സാഹസങ്ങൾക്ക് വളരെയധികം ആഘാതമായിരുന്നു ഈ മരണം. കാരണം ഈ 10 വർഷത്തെ അഭ്യാസങ്ങൾ പരിശ്രമിച്ചിട്ട് തങ്ങൾക്ക് അനുഭവിച്ച ത്യാഗം, ബുദ്ധിമുട്ട് എല്ലാത്തിനും ആശ്വസിപ്പിക്കാൻ ഉണ്ടായിരുന്നത് ഖദീർ അള്ളാഹു ആയിരുന്നു. എന്നാൽ ഖദീർ അള്ളാഹിൻ്റെ മരണം സാധനക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഉലമാക്കൾ വിശേഷിപ്പിക്കുന്നത് ഈ വർഷത്തെ ആമുൽ ഹുസൻ, ദുഃഖത്തിൻ്റെ വിരഹത്തിൻ്റെ വർഷം എന്നാണ് ഉലമാക്കൾ വിശേഷിപ്പിക്കുന്നത്. ചില സഹാബകൾ പറയുന്നുണ്ട്, ദിവസങ്ങളോളം ചിരിച്ചതായി നമ്മൾ കണ്ടിട്ടില്ല ഖദീർ അള്ളാഹിൻ്റെ വഫാത്തിന് ശേഷം. ബഹുമാനികൾ ഹക്കീം ഇബ്ൻ ഇസാം അദ്ദേഹം മുസ്ലിം ആയിട്ടില്ല, അദ്ദേഹം റിവായത്ത് ചെയ്യുന്നുണ്ട്. സാഹസങ്ങൾ വീട്ടിൽ സ്വന്തം കൈകൊണ്ട് മയ്യത്ത് മക്കയിൽ ഖബറിലേക്ക് വെക്കുകയും സാഹസങ്ങൾ വളരെ വശനത്തിൽ അവിടെ ഖബറിൽ ഇരിക്കുകയെല്ലാം ചെയ്യുന്നത് ഞാൻ കണ്ടതായിട്ട് എന്നെല്ലാം ഹക്കീം ഇസാം റിവായത്ത് വന്നിട്ടുണ്ട്. അന്ന് മയ്യത്ത് നിസ്കാരം വന്നിട്ടില്ലായിരുന്നു, സാഹസങ്ങൾ ഖബറടക്കം ചെയ്യുന്നുണ്ട് മക്കയിൽ. ബഹുമാനികളെ, അതിൽ അള്ളാഹുനു മുസ്ലിമായി 10 വർഷം ജീവിക്കുന്നുണ്ട്. പക്ഷേ 10 വർഷം ചെയ്ത അമലുകൾ ഒരിക്കൽ പോലും ഒരു 10 നൂറ്റാണ്ടിലോ ചെയ്യാൻ പറ്റുന്ന അമലിനെക്കാട്ടും ഉപരിയാണ്. ഇസ്ലാമിലെ വരുന്ന സമയത്ത് റിച്ചായിരുന്നു, ഏറ്റവും സമ്പത്തുള്ള അവസ്ഥയായിരുന്നു. എന്നാലും മരണപ്പെടുന്ന സമയത്ത് അള്ളാഹ്ക്ക് വേണ്ടി എല്ലാം കൊടുത്ത് വളരെ ശുഷ്കിച്ച അവസ്ഥയിലാണ് ഖദീർ അള്ളാഹുന ഈ ലോകത്തോട് ഇവിടെ പറയുന്നത്. മാത്രമല്ല, ഒരിക്കൽ പോലും വിശ്വാസങ്ങൾ ജീവിതത്തിൽ ഖദീർ അള്ളാഹുനെ ഓർക്കാതെ ദിവസം കഴിഞ്ഞു പോയിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ധാരാളം റിവായത്തുകൾ ആയിഷ അള്ളാഹിനെയും അതുപോലെ തന്നെ അലി അള്ളാഹിനെല്ലാം പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ആയിഷ അള്ളാഹിൻ്റെ റിവായത്ത് സുബ്ഹാനി, ആയിഷ അള്ളാഹിനൊക്കെ ഇത് റിവായത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ആയിഷ അള്ളാഹിനെ പറയുന്ന കുറേ റിവായത്ത് മാഷാ ബുഖാരിയിലും മുസ്ലിമിലും നമുക്ക് കാണാൻ സാധിക്കും. സാധാരണ മദീനയിൽ വന്ന് ഇസ്ലാമിൻ്റെ ഗുണങ്ങളെല്ലാം വന്നു തുടങ്ങി. അത് ഒരിക്കൽ പോലും ഖദീർ അള്ളാഹിനെ മറന്നിട്ടില്ല. ബഹുമാനികൾ, ഓരോ ദിവസവും ഖദീർ അള്ളാഹിനെ ഓർക്കായിരുന്നു. എപ്പോഴെങ്കിലും ഖദീർ അള്ളാഹിന് എന്തെങ്കിലും വിഷയം വന്ന് എപ്പോഴും കണ്ണ് നിറയായിരുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം, ബദർ സമയത്ത് സൈനബ് അള്ളാഹിനെ അബുലാസിനെ മോചിപ്പിക്കാനായി നെക്ലേസ് കൊടുത്ത ഈ സമയത്ത് സാഹചര്യങ്ങൾ ആ കണ്ട സമയത്ത് ഖദീറിനെ ഓർമ്മ വന്ന് കണ്ണ് നിറയുകയുണ്ടായി. ഖദീർ അള്ളാഹിനെ ഓർമ്മിപ്പിക്കുന്ന എന്തെല്ലാം മുമ്പിൽ വന്നപ്പോഴെല്ലാം ഇവരെ കണ്ണ് നിറയായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ആയിഷ ബുഖാരിയിലും മുത്തഫഖുൻ അലൈഹി വന്ന ഹദീസാണ്, ബുഖാരി മുസ്ലിമിന് കാണാൻ സാധിക്കും. സാഹസങ്ങൾക്ക് എന്തെങ്കിലും ആടോ കിട്ടിക്കഴിഞ്ഞാൽ വിശ്വാസങ്ങൾ അതിൻ്റെ ഒരു ഭാഗം ഖദീജ അള്ളാഹിൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി കൊടുത്തയക്കുമായിരുന്നു. ആ സമയത്ത് ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് ഇപ്പോഴും ഖദീജ ചിന്ത ഉള്ളൂ, വേറെ ലോകത്തെ ഇരത്ത സ്ത്രീകളുണ്ട്, നിങ്ങൾക്ക് ഇപ്പോഴും ഖദീജ മാത്രമേ ഉള്ളൂ എന്ന് ആയിഷ റളിയല്ലാഹു ചോദിക്കുന്നതായിട്ട് ആയിഷ റളിയല്ലാഹു റിവായത്ത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു പറയുന്നത്, ഒരിക്കൽ ഒരു വയസ്സായ സ്ത്രീ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരികയുണ്ടായി. സാഹസങ്ങൾ ആ സ്ത്രീയെ സ്നേഹിച്ച്, ആ സ്നേഹിയെ അതിഥിയായി സൽക്കരിച്ച് സംസാരിച്ച് വളരെയധികം ബഹുമാനിക്കുകയും വളരെയധികം റെസ്പെക്ട് ചെയ്യുകയെല്ലാം ചെയ്ത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഞാൻ ചോദിച്ച്, ഇതെന്താ ഇത്രത്തോളം എനിക്കത് ആരാണ് ചോദിക്കേണ്ടത്. സ്ഥലമൊക്കെ പറയണ്ടായി, ഈ സ്ത്രീ ഞാൻ ഖദീജയുടെ സമയത്ത് എൻ്റെ വീട്ടിലേക്ക് വരികയായിരുന്നു, അതേ ബന്ധത്തിൻ്റെ പേരിൽ ഞാൻ വീണ്ടും ആ സ്ത്രീയെ സ്വീകരിച്ചതാണെന്നെല്ലാം പറയുന്നുണ്ട്. ബഹുമാനികൾ, ആ ശേഖരണ കുറേ സമയങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു ഇതുപോലെ ഖദീജ അള്ളാഹിനെ പറ്റിയിട്ട്, നിങ്ങൾ ഈ സ്ത്രീ മാത്രമേ ഉള്ളൂ, എത്ര സ്ത്രീ എന്നെല്ലാം ചോദിക്കാറുണ്ടായിരുന്നു. അവസാനം വേറെ റിവായത്ത് വരുന്നുണ്ട്. ആ റിവായത്തിൽ നിസാസങ്ങൾ ആദ്യമായി ദേഷ്യപ്പെടുന്നുണ്ട് ഈ വിഷയത്തിൽ. ആയിഷ റിവായത്ത് ചെയ്യാൻ ബുഖാരി മുസ്ലിമൊക്കെ നമുക്ക് ഹദീസ് കാണാൻ സാധിക്കും. ഒരിക്കലും ഹാല, അതായത് ഖദീർ അള്ളാഹുവിൻ്റെ സഹോദരിയാണ്. ഖദീർ അള്ളാഹു സാഹസങ്ങൾ ആദ്യം അയച്ച സ്ത്രീയായിരുന്നു ഹാല എന്ന സ്ത്രീ. ഖദീർ അള്ളാഹുവിൻ്റെ ജ്യേഷ്ഠത്തി വീട്ടിലേക്ക് വരികയുണ്ടായി. ഈ സമയത്ത് സാഹസങ്ങൾ ഹാലയെ മാഷാ അള്ളാഹ് വന്നപ്പോൾ തന്നെ മാഷാ അള്ളാഹ് ഹലെന്നെല്ലാം പറഞ്ഞ് സ്വീകരിക്കുകയും ഇത് കേട്ടപ്പോൾ തന്നെ അത് ആയിഷ പറയുന്നുണ്ട്, മന്നികൾ ആയിഷക്ക് റിവായത്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ ആയിഷ അള്ളാഹ് പറഞ്ഞു തരാണ് ഉമ്മത്തിന് കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട്. ഞാനിത് കേട്ടപ്പോൾ തന്നെ വന്നപ്പോൾ തന്നെ എനിക്ക് അസൂയ തോന്നുകയുണ്ടായി. ഖദീർ അള്ളാഹു ഹാലയെ സുഹൃത്തുക്കൾ കാര്യമായി സൽക്കരിക്കുകയും സ്വീകരിക്കുകയും യാത്ര അയക്കുകയും സമ്മാനം കൊടുക്കുകയും ഹദിയ കൊടുക്കുകയും എല്ലാം ചെയ്ത അവസ്ഥ കഴിഞ്ഞ് തിരിച്ചു പോയ സമയത്ത് ഞാനൊരു വാക്ക് പറയുകയുണ്ടായി. ആയിഷ പറയാണ്, ആ വാക്ക് ചില മോശപ്പെട്ട വാക്കുകളാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോഴും ആ വയസ്സായ സ്ത്രീയെ കുറിച്ചിട്ട് ചിന്തിക്കാനുള്ളൂ എന്നതിൽ പറയുകയുണ്ടായി. ആ വയസ്സായ സ്ത്രീ എന്ന നിലയിലെ പ്രയോഗം മിസാക്ക് ഇട്ടപ്പോൾ മിസാറിൻ്റെ മുഖം മാറുകയുണ്ടായി. പക്ഷേ പറയാണ്, മിസാസിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവക്കുകയുണ്ടായി. മിസാസിൻ്റെ മുഖം വളരെ ചുരുങ്ങിയ സന്ദർഭത്തിൽ അങ്ങനെ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ദേഷ്യം കൊണ്ട് ചുവക്കുകയും മിസാദം പറയേണ്ട, ആയിഷ ഞാൻ പറയാൻ പാടില്ല ആ ദിയെ പറ്റിയിട്ട്. കാരണം ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു, അന്ന് എല്ലാവരും എന്നെ കള്ളനാക്കി, ആ സമയത്ത് എന്നെ ആശ്വസിപ്പിച്ചത് എൻ്റെ ഖദീജയാണ്. ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു, അന്ന് എല്ലാവരും എന്നെ ഒഴിവാക്കി, ആ സമയത്ത് എന്നെ സംരക്ഷിച്ചത് എൻ്റെ ഖദീജയാണ്.
സമ്പത്ത് കൊണ്ട്, അതുപോലെ തന്നെ വാക്കുകൾ കൊണ്ട്, എന്തെല്ലാം കൊണ്ടും എന്നെ കംഫർട്ടാക്കിയത് എൻ്റെ ഖദീജയാണ്. അതുപോലെ തന്നെ ഖദീജയിൽ അല്ലാത്ത എനിക്ക് കുട്ടികൾ നൽകുകയുണ്ട് എന്നെല്ലാം പറഞ്ഞ് നബി സാദിൻ ഖദീജ തന്നെ പുകഴ്ത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനികളെ, ജീവിതത്തിൽ തങ്ങളെ ഒരു വർഷത്തിൻ്റെ തങ്ങൾ ഖദീജ തന്നെ വഫാത്തായിട്ട് പോലും ദിവസങ്ങളോളം അല്ലെങ്കിൽ എല്ലാ ദിവസവും നമുക്കൊരു പക്ഷേ പറയാൻ സാധിക്കും അതിലുള്ളതിനെ വിശ്വാസങ്ങളെ കുറിച്ച്, അതിലുള്ളതിനെ കുറിച്ച് വിശ്വാസങ്ങൾ ഓർക്കാറുണ്ടായിരുന്നു, പറയാറുണ്ടായിരുന്നു, സ്മരിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആശാ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കൽ പോലും ഖദീജ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ ഖദീജ അള്ളാഹിനെ പോലും വിശ്വാസങ്ങൾ സ്നേഹിക്കുന്നത് കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുമായിരുന്നെല്ലാം ആശാ അള്ളാഹിനെ പറഞ്ഞിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിലുള്ളാൻ്റെ വേറൊരു ഭാഗ്യമാണ് ബഹുമാനികളെ, ജീവിച്ചിരിക്കെ സുബ്ഹാന അള്ളാഹിൻ്റെ സലാം കിട്ടിയ വ്യക്തിയാണ് ബഹുമാനികൾ. ആദ്യമായി അള്ളാഹിന് സലാം കിട്ടിയ വ്യക്തി ലോകത്തിൽ. ബുഖാരിയിലിരിക്കുന്ന ഹദീസാണ്. ജിബ്രീൽ ഇസ്ലാം സാധനത്തേക്ക് വരികയുണ്ടായി ഒരിക്കൽ, എന്നിട്ട് പറയുണ്ടായി, യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖദീജ അള്ളാഹിനെ ഇപ്പോൾ ഭക്ഷണമായിട്ട് കടന്നു വരും, നിങ്ങൾ അറിയിക്കുന്ന ആ സമയത്ത് അള്ളാഹു തആല സലാം അറിയിക്കുന്നുണ്ട് ഖദീജക്ക് എന്ന് ജിബ്രീൽ ഇസ്ലാം എന്ന് പറയുകയുണ്ടായി. അതുപോലെ തന്നെ സ്വർഗ്ഗത്തിൽ പ്രത്യേകമായൊരു പാലസ്, അടിപൊളി പേൾസ് കൊണ്ടും രത്നങ്ങൾ കൊണ്ടും വൈഡൂര്യൻ കൊണ്ടും ഉണ്ടാക്കപ്പെട്ട പ്രത്യേകമായൊരു പാലസ് അള്ളാഹു സുബ്ഹാനഹു തആല ഖദീജ അള്ളാഹിന് സ്പെഷ്യലായിട്ട് അള്ളാഹ് കൊടുക്കുന്നുണ്ട് എന്നെല്ലാം നബിയാസങ്ങളോട് ജിബ്രീൽ ഇസ്ലാം അന്ന് ഖദീജക്ക് അറിയിക്കണമെന്നതിൽ പറയുകയുണ്ടായി. അതുപോലെ തന്നെ ബഹുമാനികളെ, അള്ളാഹിനെ പറ്റിയിട്ട് സാധനങ്ങൾ ധാരാളം മഹത്വപ്പെടുത്തി പുകഴ്ത്തിപ്പറഞ്ഞ ധാരാളം ഹദീസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവസാനം ദിവസങ്ങളിലെ മക്ക ഫത്ത് വന്ന്, മക്ക ഫത്ത് സമയത്ത് നമുക്ക് ചരിത്രം കൊണ്ട് കാണാൻ സാധിക്കും. സാഹസങ്ങൾ കഥകളൊന്നും മറന്നിട്ടില്ല. ആ സമയത്തും മക്ക കീഴടങ്ങി. താന് 13 വർഷത്തോളം കഷ്ടപ്പെട്ട നാട് ഇസ്ലാമിൻ്റെ കീഴിൽ വന്ന സമയത്ത് സാഹസങ്ങൾ പല സഹാബാക്കൾ തന്റെ വീട്ടിൽ കാണാൻ വേണ്ടി ക്ഷണിച്ച സമയത്തും സാഹസങ്ങൾ ടെൻറ്റ് കെട്ടാൻ വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലം ഖദീജ അള്ളാഹിൻ്റെ ഖബറിൻ്റെ ഭാഗത്തുള്ള സ്ഥലമാണ് ബഹുമാനികളെ. എത്രത്തോളം വിശ്വാസങ്ങൾ സ്നേഹിക്കുകയുണ്ടായി, ഓർക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനികൾ ഉലമാക്കൾ പറയുന്നത്, ഇസ്ലാമിലെ ഇതുപോലെയുള്ള വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കില്ല. എല്ലാം കൊണ്ടും നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഖദീജ അള്ളാഹിനോടാണ്. അതുകൊണ്ട് ബഹുമാനികളെ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നു, നമ്മളെല്ലാം പരിശ്രമിക്കുന്നു ഇൻഷാ അല്ലാഹ് പരമാവധി നമ്മൾ ഇതുപോലെയുള്ള നമ്മുടെ മാതൃകാപരമായ ഉമ്മത്തിനെ കുറിച്ച്, സഹാബാക്കളെ കുറിച്ച് ജീവിതങ്ങൾ അറിയാനും പഠിക്കാനും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ജീവിതങ്ങൾ പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്കും എല്ലാ മുസ്ലിങ്ങളും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.